ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 839 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള ലൂക്കോസ് 18 അധ്യായം 41 തിരുവചനം. അവൻ അടുക്കെ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, കാഴ്ചയില്ലായ്മ അനുഭവിച്ച ആ മനുഷ്യൻ യേശുതമ്പുരാൻ വരുന്നുണ്ട് എന്ന് കേട്ടിട്ട് അവിടെ ഇരുന്ന്, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചു. യേശുതമ്പുരാൻ അവന്റെ നിലവിളി കേട്ടു. അവനെ അടുക്കെ വിളിച്ചു. അവനോട് ചോദിച്ചു, നിനക്ക് എന്തു വേണം? പ്രിയമുള്ളവരെ, ദൈവം എല്ലാം അറിയുന്നവനാണ് എങ്കിലും ഇവിടെ ആ കാഴ്ചയില്ലാത്ത മനുഷ്യനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തു വേണം? വിശ്വാസത്തിൽ വേരൂന്നിയ സത്യത്തിന്റെ അകമ്പടിയുള്ള ഒരു പ്രതികരണമാണ് ദൈവം നമ്മളെല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഈ മനുഷ്യൻ കാഴ്ച ലഭിക്കുമെന്ന് ഉറപ്പായിട്ടും വിശ്വസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം. അവന്റെ യാചന സത്യമുള്ളതും അത് വിശ്വാസത്തിൽ അങ്ങേയറ്റം വേരൂന്നിയതുമായിരുന്നു. അവന്റെ യാചനയ്ക്ക് ഉത്തരം ലഭിച്ചു. കർത്താവ് പറഞ്ഞു, നിനക്ക് ആഴത്തിലുള്ള വിശ്വാസമുണ്ട്, നിനക്ക് കാഴ്ച നൽകുകയാണ് എന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം നമ്മളോടും ചോദിക്കും, നിനക്ക് എന്തു വേണം? നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്താണ് ദൈവത്തിന്റെ സന്നിധിയിൽ യാചിക്കുന്നത്? ഭൗതികമായ ലൗകികമായ നേട്ടങ്ങളാണോ നമ്മൾ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്? പ്രിയമുള്ളവരെ, ആത്മീയമായി കാഴ്ച നേടുവാനും ദൈവകൃപ കൊണ്ട് നിറയുവാനുമൊക്കെ യാചിക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അവിടുത്തെ വലിയ കൃപ കൊണ്ട് നിറയുവാൻ, സ്വസ്ഥതയോടെ സമാധാനത്തോടെ ആയിരിക്കുവാൻ കർത്താവെ ഞങ്ങളെല്ലാം യോഗ്യരാക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.